Hi dear friends, ഞാനിന്ന് കുമ്പളത്താണുള്ളത്. നമ്മുടെ കുമ്പളത്തെ പുട്ടുകടയിലെ വിശേഷങ്ങൾ അറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടോൾ പ്ലാസ, കുമ്പളം ടോൾ പ്ലാസയിലാണുള്ളത്. ഈ ടോൾ പ്ലാസയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ, അതായത് ആലപ്പുഴ റൂട്ടിൽ പോകുമ്പോൾ നമ്മുടെ കുമ്പളം അരൂർ പാലം കയറുന്നതിന് മുമ്പ് റൈറ്റ് ടേൺ എടുക്കുക. അതാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് അതുവഴി പോവാം. In 400 meters, turn right. ഇപ്പോൾ കുമ്പളമാണ്. ഇത് കുമ്പളം ജംഗ്ഷനാണ്. കുമ്പളം മെയിൻ ജംഗ്ഷൻ. നേരെ പോയി കഴിഞ്ഞാൽ കുമ്പളം പാലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിയണം. Continue for 2 kilometers. സെൻറ് മേരീസ് ചർച്ച് കുമ്പളം. ആ ചർച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് റോഡ് കയറുക. ലെഫ്റ്റ് റോഡ് കയറി വണ്ടി പുറത്ത് പാർക്ക് ചെയ്യണം. ബൈക്ക് മാത്രമേ പോകുള്ളൂ. ഇതാണ് നമ്മുടെ വഴി. ഷിബുച്ചേട്ടൻ്റെ അടുത്തേക്കുള്ള വഴി ഇതാണ്. അപ്പോൾ ഇതൊരു ചെറിയ റോഡാണ്. ഇത് ബൈക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ റിവേഴ്സ് കണ്ടു വരും. ഓക്കെ, വേണ്ട, ഇതാണ് നമ്മുടെ കട. കണ്ട ആൾക്കാർക്ക് വേണ്ട, അടിപൊളിയല്ലേ. പൊളിയാണ്, പൊളിയായിട്ടുണ്ട്. ഇതിൽ അടിപൊളി സൂപ്പറുണ്ട്. ഇതാണോ അറിയോ? പിന്നെ എന്താ എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? ഓ കുഴപ്പമില്ല, നമ്മൾ കണ്ടു കുറച്ചായല്ല. നമ്മളെപ്പോഴും വന്നോ കാണാൻ പറ്റുന്നത്. നല്ല വിശേഷം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ പോവുകയാണ്. ഹായ്, എന്താ എവിടുന്നാ പറഞ്ഞത്? ഞങ്ങള് കോലഞ്ചേരി എന്ന് പറയും. കോലഞ്ചേരി ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പുട്ടുകട ഉണ്ടെന്നുള്ള? ഇവിടെ എന്റെ കസിനാണ് എബിൻ. എവിടെ പറഞ്ഞു? ടി വി എസ് എറണാകുളം. അതെ, ശരി. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ട് ആണല്ലേ. എന്താ പോസ്റ്റിന് പേര്? സജിത്ത് അല്ലേ? എവിടെ സ്ഥലം? കോളഞ്ചേരി. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണ് ഫാമിലിയൊക്കെ? എന്താ എക്സ്പീരിയൻസ് പറയും? നല്ല ഫുഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3ാമത്തെ തവണയാണ് വരുന്നത്. നല്ല കോസ്റ്റ്ലി, അന്ന് അത്ര ഇതില്ലാത്ത രീതിയിൽ നല്ല ഫുഡാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം അല്ലേ? ഒരു തിരക്കിന്ന് കഴിഞ്ഞിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഓക്കെ, താങ്ക് യു. കുട്ടങ്ങനെ അടിപൊളിയാട്ടെ, സൂപ്പർ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുവാണ് ഫാമിലിയായിട്ട്. ഇവിടെ എറണാകുളത്തുള്ള ഇവിടെ പുട്ടുകടയിൽ വരാൻ വേണ്ടി മാത്രമായിട്ട് കുമ്പളത്തോട്ട് വന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പുട്ടും ബീഫ് കറിയും പിന്നെ ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ. അത് സ്പെസിഫിക്കായിട്ട് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ കൂടെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന കട്ടൻ ചായ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഒരെണ്ണമാണ് പറയണമെങ്കിൽ ഇതിൻ്റെ കൂടെ 2 എണ്ണമാണ് പറയുന്നത്. കാരണം ചൂടുണ്ട്, നല്ല ചൂടാണ്, വേർക്കുന്നത് കാണാം. പക്ഷേ എന്നാലും ഇതിൻ്റെ കൂടെ കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാനിവിടെ അരൂർ വർക്ക് ചെയ്യണം. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. രാത്രി ഫുൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ
ആദ്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഈ നൈറ്റിൽ തുറന്നിരിക്കുന്ന കട തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. അപ്പുറത്തോട്ട് മാറി കായലാണ്, തൊട്ടപ്പുറത്ത് കായലാണ്. അപ്പോൾ അവിടെ കുറേ ഫ്രീക്ക് പിള്ളേർ എല്ലാവരും കൂടെ വന്ന് ഗിത്താറൊക്കെ വെച്ചിട്ട് രാത്രി 1 മണി സമയത്ത് ഫുള്ള് മെലോഡീസ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ പിന്നെ എപ്പോഴും ഇവിടെ വരാനായിട്ടൊരു ആഗ്രഹം തോന്നാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഇപ്പം വരാറുണ്ട്. ഇത് സിബി ചേട്ടൻ, ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ചേട്ടനാണ്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 60 ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും കട? രാത്രി 8 മണി തുടങ്ങി 3 മണി വരെ. വെളുപ്പിന് 3 മണി ഉണ്ടാവും അല്ലേ? ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? പുട്ട്, അപ്പം, കപ്പ, ബീഫ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, മട്ടൺ ഉണ്ടാവും, ചെമ്മീനുണ്ടാവും, മീനുണ്ടാവും, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മുട്ട, ഇതിനും ബേറ്ററി കറിയുണ്ടാവും. അപ്പോൾ നമുക്ക് മഞ്ഞുമുള്ള കുറച്ച് കമ്പനിക്കാരെ പരിചയപ്പെടാം. ഹായ്, എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഫുഡൊക്കെ അടിപൊളി. ഒരു മഞ്ഞുമുള്ളാണ് നേരത്തെ ഞാൻ ഒന്ന് പരിചയപ്പെട്ട്, അതാണ് മഞ്ഞുമുള്ള കമ്പനിക്കാരെന്ന് പറഞ്ഞത്. ഓക്കെ, എന്താ പേര്? ആശിഷ്. ആശിഷ്. പേര് വിഷ്ണു. പേര് വിഷ്ണു. പറയും നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയും. നമ്മൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ആക്ച്വലി ഇവനിങ് ഇപ്പൊ ഇറ്റലിയിൽ നിന്ന് രാവിലെ ഒന്നേ ഉള്ളൂ. വീട്ടിലത്തെ ഫുഡ് പോലും കഴിക്കാതെ ഫുഡ് കഴിക്കാൻ വീട്ടിലത്തെ ഫുഡ് പോലും കഴിക്കാതെ നിങ്ങൾ വന്നെങ്കിൽ ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ. അതെ, പറയുന്നത് ഈ ചൂടത്ത് ഇവിടെയുള്ള ഈ ചൂട് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല ടേസ്റ്റിയാണ്. അത്ര സ്പൈസി ആണെങ്കിലും പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ചൂട് പുട്ടും പിന്നെ ഈ കട്ടനും കൂടി ആയപ്പോൾ പുട്ട് കഴിക്കുന്നവർ പുട്ട് കഴിച്ച് അവസാനിപ്പിക്കരുത്, കട്ടൻ കൂടി കുടിച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ. എല്ലാവരും പറയുന്നത് കട്ടൻ മസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും നല്ല ഫുഡാണ്. എന്തായാലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതേപോലെ ടേസ്റ്റിയാണ്. വീട്ടിലുള്ള ഉണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. നല്ല ഒന്നാന്തരം ഫുഡായിരുന്നു. പുട്ടും ബീഫും ഒക്കെ നന്നായിരുന്നു. കട്ടൻ സൂപ്പർ. അപ്പോൾ കുമ്പളത്തെ പുട്ടുകളുടെ ഷിബുച്ചേട്ടൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കൈ തന്നെയാണ്. ഓക്കെ.